പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തെ മർദ്ദിച്ച SI JU ജിനുവിനും 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ. റേഞ്ച് DIG അജിത ബീഗത്തിന്റേതാണ് ഈ നടപടി. SIക്കും പോലീസുകാർക്കും വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് പത്തനംതിട്ട SP-യുടെ റിപ്പോർട്ട്. SIയെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ മർദ്ദനമേറ്റവർ രംഗത്ത് വന്നിരുന്നു. നേരത്തെ ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ഈ മർദ്ദിച്ച പോലീസ് സംഘത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം നേരത്തെ പുറത്തു വന്നതാണ്. എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ രാത്രി എന്ന കാര്യം വ്യക്തവുമായതാണ്. അതിന് പിന്നാലെ ആദ്യം ഒരു സ്ഥലം മാറ്റ ഉത്തരവ്, അതും തൊട്ടടുത്ത വളരെ ദൂരം കുറഞ്ഞ സ്ഥലത്തേക്കാണ്. അതേ തുടർന്ന് വലിയ പരാതി ഈ സംഘത്തിനുണ്ടാവുന്നു, ഈ വിവാഹ സംഘത്തിനുണ്ടാകുന്നു. അതേ തുടർന്ന് ഇപ്പോൾ ഒരു നടപടി സസ്പെൻഷനിലേക്ക് വന്നിരിക്കുന്നു. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? അതിനൊരു പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു SI ജിനുവിനെ ആദ്യഘട്ടത്തിൽ SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയത്. ഈ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ട് DIG ജില്ലാ പോലീസ് മേധാവി റേഞ്ച് DIG ആവശ്യപ്പെട്ടിരുന്നു. റേഞ്ച് DIG അജിത ബീഗത്തിന് മുൻപിലേക്ക് ആ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ നടപടി സസ്പെൻഷനിലേക്ക് മാറിയത്. SI ജിനുവും സംഘത്തിലുണ്ടായിരുന്ന 3 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ സംഭവം നടക്കുന്നത്. വിവാഹ ചടങ്ങിന് പോയി തിരികെ വന്ന കോട്ടയം സ്വദേശികൾ വിശ്രമത്തിനായി വാഹനം വഴിയരികിൽ നിർത്തി. 20-അംഗ സംഘമായിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ ചിലർ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് പത്തനംതിട്ട SI ജിനുവും സംഘവും സ്ഥലത്തെത്തി ലാത്തിച്ചാർജ് നടത്തിയത്. മാത്രമല്ല, മുണ്ടക്കയം സ്വദേശി സിത്താര, ഭർത്താവ് ശ്രീജിത്ത്, ബന്ധു ഷിജിൻ എന്നിവർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു. വാഹനത്തിന് പുറത്തു നിന്ന് മറ്റുള്ളവർക്കും അടി കിട്ടി. അതിക്രമം നടത്തിയ ശേഷം പോലീസ് സംഘം വളരെ വേഗം സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങി. പരിക്ക് പറ്റിയവർ പിന്നീട് സ്വന്തം വാഹനത്തിലാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ബാറിന് മുന്നിൽ ചിലർ പ്രശ്നമുണ്ടാക്കിയത് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം എത്തിയത് എന്നുള്ളതായിരുന്നു ഈ പത്തനംതിട്ട പോലീസിന്റെ ആദ്യഘട്ടത്തിലെ വിശദീകരണം. എന്നാൽ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് പോലീസിന് ഈ വിഷയത്തിലെ അപകടം മനസ്സിലായത്. പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവിയും ക്രമസമാധാന ചുമതലയുള്ള ADGP അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട SP റേഞ്ച് DIGക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് റേഞ്ച് DIG ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും SI ജിനുവിനെയും സംഘത്തെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.